Hey guys, welcome back to my channel. Say Sassy. So ഇന്ന് ഞാൻ ചെയ്യാൻ ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് തിങ്സ് ഒന്നും അല്ല ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മോണിറ്റൈസേഷന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലായിട്ട് ഈ സ്മോൾ ക്രിയേറ്റേഴ്സ് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ചെയ്യുന്ന ചില മിസ്റ്റേക്സ്. അത് ചെറിയ മിസ്റ്റേക്ക് ആണെന്ന് നമ്മൾ വിചാരിക്കും, ബട്ട് നമ്മുടെ എൻറ്റയർ ഗ്രോത്തിന് ഫാക്ടർ ആവുന്ന കുറച്ച് മിസ്റ്റേക്സ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എവിടെ കണ്ടില്ല, എനിക്കും ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. സോ ഐ ഫെൽ ലൈക്ക് ക്രിയേറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ടുഡേ. ആൻഡ് ഞാനിപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 10-40 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്, ബട്ട് സ്റ്റിൽ എനിക്കിത് കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കമൻറ്റ്സ് ചെയ്തേക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യണം തോന്നിയത്. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. പിന്നെ ഞാൻ ആദ്യമേ പറയുന്നു, എനിക്ക് 10,000 ഫോളോവേഴ്സ് ഒന്നുമില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു ചെറിയ സ്മോൾ യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് എൻ്റെ കുറേ റെഫർ ചെയ്തിരുന്ന എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. അല്ലാതെ എനിക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഞാൻ ഒരുപാട് ഗ്രോ ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ തമിഴിൽ കാണിച്ച പോലെ ഈ ഒരു ആൾക്കാർ, അതായത് ഈ ഒരുമിച്ച് മുന്നേറുന്ന ആൾക്കാർ, അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. ഇത് കുറച്ചൊരു ലെങ്ത് കൂടിയ വീഡിയോ ആയിരിക്കും, കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ചുമ്മാ ചാനൽ ആരെങ്കിലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നവരാണ്, വീട്ടുകാരെ കൊണ്ടും കൂട്ടുകാരെ കൊണ്ടും അറിയാവുന്ന എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നവരും ചാനലിൻ്റെ ലിങ്കും വീഡിയോ ലിങ്കും എല്ലാം ഷെയർ ചെയ്ത് ചുമ്മാ ആൾക്കാരെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുന്നവരുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇൻ കേസ് ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് തിങ് എനിക്ക്, അല്ലെങ്കിൽ നമ്മളടുത്ത് തന്നെ ചോദിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ, അതോ പാഷൻ കൊണ്ടാണോ, അതോ ചുമ്മാ ടൈം പാസിനാണോ, ഫുൾ ടൈം ആണോ, അല്ലെങ്കിൽ കുറച്ച് ടൈമിലത്തേക്ക് വേണ്ടിയിട്ടാണോ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബിക്കോസ് നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടാണ് ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. ചിലപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് തുടങ്ങി നാളെ മോണിറ്റൈസ് ആയാലും വലിയൊരു കമ്മ്യൂണിറ്റി ആവത്തില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് വേണം, ക്രിയേറ്റിവിറ്റി വേണം, എഡിറ്റിംഗ് സ്കിൽസ് വേണം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒത്തുചേരുന്നിടത്താണ്, അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്ന പേഷ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വളർത്തി, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കമ്മ്യൂണിറ്റി വളർത്തി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഗ്രോ ആവുന്നവരുണ്ടായിരിക്കും. സോ നമ്മൾ ഒരു ഇൻകം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിലോട്ട് വരുമ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഇല്ല, ഇനി പാഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിനെസ് ഫീൽ ചെയ്യും. ബിക്കോസ് നമ്മൾ ഇന്നിട്ട് വീഡിയോ ഇട്ട് ചിലപ്പോൾ 1-2 വ്യൂസ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 500-600 വ്യൂസ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ഇനി ഒരു 2500 വ്യൂസ് വരും, പിന്നെ അതൊന്ന് സ്റ്റാർട്ട് ആവും, അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മൈൻഡിൽ വെക്കണം വെൻ വി സ്റ്റാർട്ട് യൂട്യൂബ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമ്മുടെ പേഴ്സണൽ വീഡിയോസ്, അല്ലെങ്കിൽ ബേബിയെ ഫീഡ് ചെയ്യുന്നത്, ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിച്ചു, ചക്ക മാങ്ങ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ചില യൂട്യൂബേഴ്സ് ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അവർ എന്ത് കഴിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ഈ യൂട്യൂബ് കാണുന്നവർക്കോ, അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിന്, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല, ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ എൻഗേജ് ആവുന്ന ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേനും നമ്മളെ അവർക്ക് യാതൊരു പരിചയമില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നത് കണ്ടതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി യൂട്യൂബിൽ ഗ്രോ ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എത്ര ടൈം ഇടവിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും റാൻഡം വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തത്. കാരണം നമ്മൾ ഈ റാൻഡം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കൊരു 10-15 സബ്സ്ക്രൈബേഴ്സ് വരുന്നത് പല വീഡിയോസ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ബ്യൂട്ടി റിലേറ്റഡ്, ഞാൻ ഇന്ന് ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് ഇട്ടു, നാളെ ഞാൻ ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടന്റ് ഇട്ടു. അപ്പോൾ എങ്ങനെ എന്നെ ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾ ഇന്ന് ഇത് കാണുമ്പോഴത്തേനും അവർ മനസ്സിലാവും ഇതിൽ ഈ ചാനലിൽ ഒരു മാറ്റർ അല്ല വരുന്നത്, ഇങ്ങനെ ഓരോന്ന് വന്നിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് വെച്ചിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വൺ ഓഫ് സ്ഥലം പെട്ടെന്ന് എന്തെങ്കിലും യൂട്യൂബ് തുടങ്ങണം തോന്നിയിട്ട് ഇതിനേക്കാൾ അത് ബെറ്റർ ആണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്താണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ചാനലിന് നെയിം കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് ആണ്. ഇപ്പോൾ ഞാൻ കുക്കിംഗ് ചാനലാണ് തുടങ്ങുന്നത്, പക്ഷേ ഞാൻ അത് പേരിട്ടിരിക്കുന്നത് അപ്പോൾ അലീസ് ബ്യൂട്ടി വ്ളോഗെന്നോ അങ്ങനെ എന്തെങ്കിലും ആണ്. അങ്ങനെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആരും ചെയ്യുമെന്നല്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്ന പേരും നിങ്ങളുടെ കണ്ടന്റുമായിട്ട് കുറച്ച് സാമ്യം ഉണ്ടായിരുന്ന ദാറ്റ് വിൽ ബി ബെറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ നെയിം, കാര്യങ്ങൾ, ലോഗോ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി, അല്ലെങ്കിൽ വോയിസ് ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന അത്രയും കോൺഫിഡൻറ്റ് ആയിരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റുന്ന വീഡിയോ ഒന്നും ആയിരിക്കില്ല. പലതും ആവറേജ്, ബിലോ ആവറേജ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഷൂട്ടിംഗ് സ്പേസ് ഉണ്ടായിരിക്കത്തില്ല, ഷൂട്ട് ചെയ്യാൻ നല്ലൊരു മൊബൈൽ ഉണ്ടായിരിക്കത്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കത്തില്ല, ലൈറ്റ് ഉണ്ടായിരിക്കത്തില്ല. അതെല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇടുന്ന ടൈമിൽ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് ലൈറ്റ് അല്ലെങ്കിൽ റിംഗ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇപ്പോഴും ഇല്ല. സോ നിങ്ങൾ ഡേ ലൈറ്റ് യൂസ് ചെയ്യുക, മാക്സിമം ഡേ ലൈറ്റ് യൂസ് ചെയ്യുക. അതായത് ഒരു 3 to 4 ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് നമുക്ക് ആ ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടും. ഞാനിപ്പോൾ ചെയ്യുന്നത് ജനലിൻ്റെ സൈഡിൽ എന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ലൈറ്റ് കിട്ടും. പിന്നെ പ്ലസ് എനിക്ക് ഈ ഒരു ലൈറ്റും കൂടി
ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ നോക്കിയാൽ അതും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് മേ ബി 2 വീക്സേ ആയിട്ടുണ്ടോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലും പിന്നെ ഞാൻ 2021 വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡി ഒക്കെ പോയി കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പുറത്തോട്ട് പോയി അങ്ങനെയൊക്കെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിലിപ്പോൾ ഒരു 3 വീഡിയോസ് കുറച്ചൊന്ന് റീച്ച് ആയിട്ടുണ്ട്. ഒരു വീഡിയോ 10K 7K അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ആ ചാനലിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ കുറച്ച് ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് നിങ്ങൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും, അതായത് ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ സെക്കൻഡ് തിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വീഡിയോയുടെ തംബ്നെയിലും ക്യാപ്ഷൻ എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേനും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിക്ക് റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഒരാൾ ഒരു വീഡിയോ, ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വീഡിയോ കണ്ട് ക്ലിക്ക് ചെയ്യുന്ന എന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടും അതിൻ്റെ ക്യാപ്ഷൻ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും പുഷ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തംബ്നെയിൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തോന്നും ഈ വീഡിയോ കാണുന്ന വർത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ക്യാപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിലുണ്ടായിരിക്കുന്നത്. സോ അതുപോലെ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ തംബ്നെയിൽ അല്ലെങ്കിൽ ക്യാപ്ഷൻ ഉണ്ടാക്കി ഇടുക. ഇനി ഇത് കണ്ട ആൾക്കാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു 5 to 10 സെക്കൻഡ് വരെ വീഡിയോ എൻഗേജിങ് ആക്കുക. അതായത് നിങ്ങളുടെ എൻറ്റയർ വീഡിയോയിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിനെ കട്ട് ചെയ്ത് മ്യൂസിക് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ വോയിസ് തന്നെ കൊടുത്തിട്ട് ഫസ്റ്റ് ഒരു 5 to 10 സെക്കൻഡ് നിങ്ങളുടെ വീഡിയോയിൽ ഇന്ന കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. ആ ഒരു 10 സെക്കൻഡ്സ് നിങ്ങളുടെ വ്യൂവേഴ്സിനെ വീഡിയോയിലോട്ട് എൻഗേജിങ് ആക്കുക. ഇനി അത് കഴിഞ്ഞ് വീഡിയോയിലോട്ട് എൻട്രി ചെയ്തു എന്ന് വെച്ചോ ഫുൾ വീഡിയോ നിങ്ങൾ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ 1-2 വീഡിയോസ് ഇട്ട് അല്ലെങ്കിൽ 2-3 വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതായത് വോയിസ് എങ്ങനെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ലൈറ്റിംഗ് എങ്ങനെ ശരിയാക്കാം, വീഡിയോ ആംഗിൾ എങ്ങനെ ശരിയാക്കാം, ഏതൊക്കെ മ്യൂസിക് യൂസ് ചെയ്യാം, എന്തൊക്കെ എഡിറ്റിൽ മാറ്റം വരുത്താം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് അല്ലെങ്കിൽ 2-3 വീഡിയോസ് കഴിയുമ്പോൾ. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് എന്തൊക്കെയാണോ അത് നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് മറ്റുള്ള യൂട്യൂബിൻ്റെ ചാനലിൻ്റെ വീഡിയോസ് കണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ നല്ല രീതിക്ക് റെഫർ ചെയ്ത് ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക. ആൻഡ് മെയിൻ ആയിട്ടും യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പ് യൂസ് ചെയ്യുക. ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ക്രോമിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ചധികം അനലിറ്റിക്സ് അതിൽ അവൈലബിൾ ആണ്. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടില്ല, ഉണ്ടെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ എൻഡ് വീഡിയോ സജഷൻ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് യൂട്യൂബ് ആപ്പിൽ കയറുമ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയിട്ടാണ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻഡിൽ നമ്മുടെ അനദർ വീഡിയോ ആഡ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിന്റെ ലോഗോ ആഡ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് കൊടുക്കണമെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയിട്ട് നോക്കി അതിൽ ഓരോ വീഡിയോയ്ക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതുവരെ ഡെസ്ക്ടോപ്പ് സൈറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. അതിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആണെങ്കിലും എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണോ ഉള്ളത്. ഒരുപാട് പേര് വിചാരിച്ചു ചെയ്യുന്നത് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും മതി എന്നാണ് ഇത് മോണിറ്റൈസ് ആകും. അങ്ങനെയല്ല, 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് മോണിറ്റൈസ് ആണ് ആവുന്നത്. അതായത് നിങ്ങൾക്ക് ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് 4000 വാച്ച് അവേഴ്സും ഐ തിങ്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയാണ് വേണ്ടതെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കയറിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് വീഡിയോസിനാണ്, അല്ലാതെ നമ്മുടെ ഷോർട്സിന്റെ വീഡിയോയുടെ വാച്ച് അവേഴ്സ് ഇതിൽ ഒരിക്കലും കൂട്ടത്തില്ല. അപ്പോൾ ഷോർട്സിന്റെ എന്താണ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ ഷോർട്സിന് 10,000 ഐ തിങ്ക് 3 million വ്യൂസ് ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് അതൊന്നും ഞാനൊന്നും മറന്നു പോകാതെ എല്ലാം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷോർട്സിനാണെങ്കിൽ 3 million വ്യൂസ് ആണ് വേണ്ടത്. അതേപോലെ ലോങ് വീഡിയോയ്ക്കാണെങ്കിൽ 3000 വാച്ച് അവേഴ്സ് സെപ്പറേറ്റ് ആണ്. ഷോർട്സിന്റെ വീഡിയോയും ഷോർട്സിന്റെ വാച്ച് അവേഴ്സും ലോങ് വീഡിയോയുടെ വാച്ച് അവേഴ്സും നമുക്ക് ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരുമിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാകുന്നത്. സോ നമ്മൾ തന്നെ അത് കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരിക്കാം, അറിയുന്നവർക്ക് താഴെ കമന്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ പോലെ ഒരു സ്മോൾ ക്രിയേറ്റർ ആണ്. സോ ഞാനത് കണ്ടിട്ടില്ല. സെപ്പറേറ്റ് ആണ്. ഇനി പിന്നീട് അത് ഇനേബിൾ ആവുമെന്നും എനിക്കറിയാം. ഇനി കൺസിസ്റ്റന്റ്ലി പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 സബ്സ്ക്രൈബർ 20 സബ്സ്ക്രൈബർ ആയാലും അവരെ നിങ്ങളുടെ ചാനലിലെ കണ്ടന്റ് കണ്ടിട്ടാവണമല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി. സോ അവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുക. ഒരു 30 അല്ലെങ്കിൽ 40 ആളെന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സിൽ ഒരു 50-60 പിള്ളേരെന്നൊക്കെ പറയുന്നത് ആ ക്ലാസ് ഫുള്ളുണ്ടാവും. അതുപോലെ തന്നെയാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് ഒരു 60 പേര് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ ഒരു 60 പേരുണ്ടെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. സോ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻസ് അവരിലേക്ക് എത്തിക്കാതിരിക്കുക നിങ്ങളുടെ വ്യൂസിനും റീച്ചിനും വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഓരോന്നിനും ടൈം എടുത്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആളുടെ വീഡിയോ കണ്ട് അത് ഫോളോ ചെയ്ത് അതിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവുന്നത് അല്ലെങ്കിൽ അതേപോലെ ആ വീഡിയോ എടുത്തുകൊണ്ട് വെക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റീച്ച് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫേക്ക് കണ്ടന്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇട്ട് കൊടുക്കുക. ആൻഡ് നമ്മളൊന്ന് റീച്ച് ആയി വരുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് ബാഡ് കമന്റ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്ത് നമുക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പം കുറച്ചൊന്ന് വ്യൂസ് കിട്ടി വരുമ്പോൾ ഇങ്ങനെ വരുന്ന ആർക്കും ഇഷ്ടമുണ്ടാവില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ട്രൈ ചെയ്യുക. അവർക്ക് എന്താ അവർ പറയുന്ന കാര്യങ്ങളുടെ വീഡിയോസ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ള സെയിം കണ്ടന്റ് ചെയ്യുന്ന മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോസിന്റെ താഴെ വരുന്ന സജഷൻസ് അല്ലെങ്കിൽ അവർക്ക് അവരടുത്ത് ചെയ്യാവുന്ന ചോദിക്കുന്ന കുറച്ച് കണ്ടന്റുകളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അല്ലെങ്കിൽ ക്രോമിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ സെർച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇതെല്ലാം നമുക്ക് വ്യൂസ് കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ട്രൈ ചെയ്യുന്നത്.
ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ വെറുതെ ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് ആരെങ്കിലും കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാതിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 10 പേരെ കൊണ്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു എന്ന് വെക്കുക. നിങ്ങൾ ഒരു ബ്യൂട്ടി റിലേറ്റഡ്, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ബോയ്സ് ആണ്, അപ്പം അവരെ കൊണ്ടെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു വെച്ചു. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത ആർക്കും ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് വെച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് നോ പറയാനും പറ്റത്തില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ. അപ്പോൾ അവരുടെ ചാനൽ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തു, ഓക്കെ, അവരെല്ലാം ചെയ്ത് വെച്ചു. പക്ഷേ ഞാനിരുന്ന വീഡിയോസ് എല്ലാം അവർ സ്കിപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മളിടുന്ന ഫസ്റ്റ് വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവര് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്, നമ്മുടെ വീഡിയോ കാണുന്നില്ല. അപ്പോൾ യൂട്യൂബ് വിചാരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുന്നില്ല, അപ്പോൾ പൈ യൂട്യൂബ് മറ്റ് ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കാതെയാവും. അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് ആക്ച്വലി ഡെഡ് ആവും. അതാണ് ഞാൻ തമിഴിൽ കൊടുത്തിരുന്നത്. ഈ ഒന്നിച്ച് മുന്നേറാം പല ഇൻഫോർമേറ്റീവ് വീഡിയോസിന്റെ താഴെയും ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ ഒരു സാധനം ഒന്നിച്ച് മുന്നേറാം. ഇനി ഒന്നിച്ച് മുന്നേറാൻ ടീംസ് എന്താണെന്ന് അറിയാത്തവരുടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യും. ഈ കമന്റ് ചെയ്യുന്നവർക്ക് തിരിച്ചും ഈ ചാനലിലുള്ളവർ അല്ലെങ്കിൽ മറ്റ് ചെറിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അവർ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു കിച്ചൺ അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ഒരാൾ, അയാൾ ഈ ഒന്നിച്ച് മുന്നേറാൻ ടീമിലുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇവരെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വെച്ചോ. ഇപ്പോൾ ഗെയിമിംഗ് ചാനൽ ഉണ്ടാവാം, IT റിലേറ്റഡ് ഉണ്ടാവാം, ബ്യൂട്ടി റിലേറ്റഡ് ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാറ്റഗറിയിലുള്ള ഒരു 10 കാറ്റഗറിയിലുള്ള ചാനൽ വന്ന് ഈ കിച്ചൺ അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന ആളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവർ വീഡിയോ ഇടുവാണ് കുക്കിംഗ് റിലേറ്റഡ്. ഈ 10 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഈ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ കാണാൻ താല്പര്യമില്ല, അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യും. അവർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു, പക്ഷെ അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക, യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഈ ഫസ്റ്റ് കാണിക്കുന്ന സബ്സ്ക്രൈബേഴ്സെ നമ്മുടെ വീഡിയോസ് കാണുന്നില്ല, സ്കിപ്പ് അടിച്ച് വിടുകയാണെങ്കിൽ യൂട്യൂബ് തിങ്ക് ലൈക്ക് അതിലൊന്നുമില്ല. അപ്പോൾ വേറെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് യൂട്യൂബ് നിൽക്കും, വേറെ ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്യാതാവും. അങ്ങനെ ഗ്രാജുവലി നമ്മളെ എന്താണ് ചാനൽ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഒന്നിച്ച് മുന്നേറാം അല്ലെങ്കിൽ ഇങ്ങനെ ഫേക്ക് ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാതിരിക്കുന്നതായിട്ട് ബെറ്റർ. ചാനൽ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ ഓൾറെഡി ചെയ്തവർ വേറെ കണ്ടന്റ് ഇട്ട് നിങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുപാട് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വേറെ ചാനൽ തുടങ്ങുക. അത് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ചേർത്ത് വെച്ചിട്ടുള്ള ചാനലായിരിക്കുമല്ലോ. അപ്പം പിന്നെ പുതിയതായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. ഇപ്പം രണ്ടാണെങ്കിൽ ചലഞ്ചിങ് ആണ്, നമ്മൾ വേറെ വീഡിയോസ് ക്രിയേറ്റീവ് ആയിട്ട് കുറച്ച് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, കുറച്ച് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യണം. രണ്ട് ചലഞ്ചിങ് ആണ്, ഏതാണോ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് തോന്നുന്നു അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വളർത്താം. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ടും എൻ്റെ ചാനൽ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ചാനലാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് വേണമെന്നുള്ളവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്ക് ബൈ.